പുതിയ മാള സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശത്തെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തുടങ്ങി. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കസേരയിലിരുത്തി പുതിയ ഓഫീസിലെത്തിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുന്ന ചിത്രങ്ങളടക്കം മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ് 3 മാസമായിട്ടും പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ നടപടി ആയില്ലെന്ന് കാണിച്ച് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. അതിനെ തുടർന്ന് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാനായി ലേലം അടിയന്തരം പൂർത്തീകരിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ ദിവസം കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 10-നായിരുന്നു പുതിയ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചത്. പുതിയ ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ ഓഫീസ് കെട്ടിടമാണ് പൊളിച്ചു മാറ്റാൻ നടപടി വൈകിയതാണ് പരാതിക്ക് കാരണമായത്. പഴയ കെട്ടിടത്തിന് മുൻവശം വരെയാണ് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുക. പുതിയ കെട്ടിടത്തിലേക്ക് കടന്നു പോകുന്നതിന് പഴയ കെട്ടിടത്തിന്റെ ഇരുവശത്തിലൂടെ ഇടുങ്ങിയ നടവഴി മാത്രമേയുള്ളൂ. പ്രായമായവർക്കും അംഗപരിമിതർക്കും ഈ നടവഴിയിലൂടെ പുതിയ ഓഫീസിൽ എത്തിച്ചേരാൻ പാടുപെട്ടിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കസേരയിലിരുത്തി പുതിയ ഓഫീസിലെത്തിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുന്ന ചിത്രങ്ങളടക്കം മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. മീഡിയ ടൈം മാള.